ക്രൈസ്തവ മിഷണറിമാരെ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ലേഖനം. ആളുകളെ സായുധ ഭീകരവാദത്തിലേക്ക് മിഷണറിമാർ നയിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കാതിരിക്കാൻ ക്രൈസ്തവ നേതൃത്വം അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിയെന്നും ലേഖനം ആരോപിക്കുകയാണ്. സജോ ദേവസ്യ എത്തുന്നു നമുക്കൊപ്പം വീണ്ടും. സജോ ദേവസ്യ, ഈ ലേഖനം ക്രൈസ്തവരെ ഒപ്പം ചേർത്ത് നിർത്താനായിട്ടുള്ള ബിജെപിയുടെ നീക്കങ്ങൾക്കൊരു തിരിച്ചടിയാകുമോ? എന്താണ് ഉള്ളടക്കം? സുജയ, ഒരു വശത്ത് സംസ്ഥാന ബി.ജെ.പി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുമായി ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒക്കെ ഒപ്പം നിർത്താനുള്ള സജീവ പരിശ്രമത്തിലാണ്. ഇതിനിടെയാണ് RSS പ്രസിദ്ധീകരണമായ കേസരിയിൽ ക്രൈസ്തവ വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ES ബിജുവാണ് ലേഖകൻ. ലേഖനത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്, സഭകൾക്ക്, നേതൃത്വത്തിനൊക്കെ എതിരായി രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ ക്രൈസ്തവ മിഷണറിമാരും അവർ വഴി മതം മാറിയവരും രാജ്യദ്രോഹികളാണ് എന്ന വിശേഷണമടക്കം ഉൾപ്പെടുത്തിയാണ് ലേഖനമൊപ്പം നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിവിപ്ലവ പ്രസ്ഥാനങ്ങളെ സായുധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും മറ്റു പല ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയും ക്രൈസ്തവ മിഷണറിമാരും സഭകളും വിലക്കെടുത്തു എന്ന ആരോപണമുണ്ട്. ക്രൈസ്തവർ പലതും അനർഹമായി പറ്റുന്നു എന്ന ആരോപണമുണ്ട്. മതപരിവർത്തനം സമ്പൂർണ്ണമായി തടയാൻ ഭരണഘടന ഭേദഗതി വേണമെന്ന് പറയുന്നു. ഒരു പടി കൂടി കടന്ന് നരേന്ദ്രമോദി സർക്കാരിന് തുടർ ഭരണം ലഭിക്കാതിരിക്കാൻ മതനേതൃത്വം അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടത്തി എന്നടക്കമുള്ള വാദങ്ങളും ഈ ലേഖനത്തിന്റെ ഭാഗമാണ്. അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർന്നുള്ള വിവാദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ കാര്യത്തിൽ സംസ്ഥാന ബി.ജെ.പി. ഒരു നിലപാടെടുക്കുന്നുണ്ട് പൊതുവെ കേരളത്തിന്റെ കാര്യത്തിൽ. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമാണ് സംഘപരിവാർ സംഘടനകളുടെ നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനം. ഓക്കെ, സജോ ദേവസ്യാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.